ഹായ്, ഐ എം നിഷ്വ. വെൽക്കം ബാക്ക്. സോ ഇന്ന് നമുക്ക് കുറച്ച് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് പാറ്റേൺ പേപ്പേഴ്സ്. സോ യൂഷ്വലി ഞാൻ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് കളർ പ്രിൻ്റ് എടുക്കലാണ്. ഞാൻ ഷോപ്പിൽ നിന്നൊന്നും മേടിക്കലില്ല. എനിക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് അങ്ങനെയാണ്. സോ ഞാൻ ഈ പാറ്റേൺ പേപ്പേഴ്സ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം കോഫി പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് A4 പേപ്പറിൽ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് അതിൽ ഡ്രോ ചെയ്യാം. ആൻഡ് ഞാനിതിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് ഡാർക്ക് ബ്രൗൺ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഒരു ആസ്തറ്റിക് വിൻറ്റേജ് ലുക്ക് കിട്ടാനാണ്. ആൻഡ് നിങ്ങളും ജേർണലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ജേർണലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ബട്ട് യു ഡോണ്ട് ഹാവ് സപ്ലൈസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. ബ്രഷ് പെൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സ്കെച്ചോ എന്താ വെച്ചാൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. സോ ഭയങ്കര സിമ്പിളാണ് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ. ഇത് ചെയ്ത് കഴിയുമ്പം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ആഫ്റ്റർ യു ആർ ഡൂയിങ് ദിസ്. സോ അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ് ഞാൻ ഉണ്ടാക്കിയത്. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ആൻഡ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു ഹാർട്ട് വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സും ഞാൻ ഇങ്ങനെ പ്രിൻ്റ് എടുക്കലാണ്, കളർ പ്രിൻ്റ്. അല്ലാതെ ഞാൻ സ്റ്റേഷനറി ഷോപ്പിലൊന്നും പോയി വാങ്ങലില്ല. ഇവിടെയൊക്കെ പോയാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കാണും, ബട്ട് ഭയങ്കര എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഞാൻ അങ്ങനെ മേടിക്കലില്ല. ബട്ട് കണ്ടാലൊക്കെ പാടെ എടുത്ത് ഓടാൻ തോന്നും. ബട്ട് ഡോണ്ട് ഡൂ ദിസ്. അപ്പോൾ ഞാൻ ഇതും പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് ആദ്യം പെൻസിലിനോട് വരച്ചിട്ട് അങ്ങനെ ചെയ്തൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സും നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാം. ഇത് സിമ്പിളായിട്ടുള്ളതാണ്, വല്ലാതെ വരയ്ക്കാനൊന്നും അറിയണമെന്നില്ല. ഇതൊക്കെ വരയ്ക്കണമെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ആൻഡ് ഞാൻ ഇതിലും ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും ബ്രഷ് പെന്ന് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പോട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഞാൻ ബട്ടർ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുക. സോ ബട്ടർ പേപ്പർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ യു കുഡ് ബൈ ഫ്രം ഔട്ട്. സോ ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വീട്ടിലുണ്ടാക്കിയേക്കാണ്. A4 കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഓയിൽ കോട്ടൺ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. ആൻഡ് അത് ഡ്രൈ ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റിക്കേഴ്സ് ഈ വരച്ച് വെച്ചത് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം ഈ ബട്ടർ പേപ്പറിൻ്റെ മേലെ സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. സെലോ ടേപ്പ് ഒട്ടിച്ച് വെക്കുക. ഫുൾ കംപ്ലീറ്റ് ബട്ടർ പേപ്പർ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുക. ആൻഡ് ഈ കട്ട് ചെയ്ത സ്റ്റിക്കേഴ്സ് അതിൻ്റെ മേലെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ പിന്നെയും സെലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. സോ അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ബട്ട് കുറച്ചൊരു മെസ്സിയാണ് ഈ ഒരു പ്രോസസ്സ്. കുറച്ച് മെസ്സിയാണ്. ഭയങ്കര ക്ഷമ വേണം. ഞാനൊരു ഭയങ്കര ഇങ്ങനെ മെസ്സി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഗേൾ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തു. ആൻഡ് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക. ആൻഡ് അതിൻ്റെ മേലെ സ്റ്റിക്കേഴ്സ് വെക്കുക. ആൻഡ് അതിൻ്റെ മേലെ പിന്നെയും സെലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പം അത്രേ ഉള്ളൂ. ആൻഡ് പിന്നെ കട്ട് ചെയ്തെടുക്കുക സ്റ്റിക്കേഴ്സൊക്കെ. സോ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യുക. ഈ സ്റ്റാറൊക്കെ ഞാൻ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, കുറച്ച് ആ ബട്ടർ പേപ്പറിൻ്റെ പോർഷന് കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. സോ എന്നിട്ട് ഞാനിതൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ ചെയ്തതിൽ കുറച്ച് കോഫി പൗഡറിൻ്റെ പേപ്പേഴ്സ്, ഞാനങ്ങനെ ചെയ്ത കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. സോ അതെടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തേക്കാം, ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പം നമുക്കൊരു വാങ്ങിയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. സോ നെക്സ്റ്റ് കുറച്ച് ആൽഫബറ്റ്സിൻ്റെ സ്റ്റിക്കേഴ്സാണ്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാണ്. ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കോഫി അപ്ലൈ ചെയ്തിട്ട് അത് ഡ്രൈ ആയതിൻ്റെ ശേഷം അതിൽ മാർക്കർ യൂസ് ചെയ്തിട്ട് ചെയ്യാണ്. സോ ഈ ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അത് ചെയ്യാൻ. കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ് ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ. ആൻഡ് നേരത്തെ അതേ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് ആക്കുക. അത് കട്ട് ചെയ്യുക. ആൻഡ് ബട്ടർ പേപ്പർ എടുക്കുക. അതിൽ സെലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് മേലെ ഈ ആൽഫബറ്റ്സ് പ്ലേസ് ചെയ്തിട്ട് സെലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. ദെൻ കട്ട് ചെയ്തെടുത്ത് എടുക്കുക. അങ്ങനെ ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ട് പിന്നെ അത് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് കുറച്ച് ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഡോട്ട്സ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. സോ ഞാനിവിടെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് പേസ്റ്റൽ ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ട് ഈ സർക്കിൾസൊക്കെ കളർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നുണ്ട്. കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ലീവ്സ് അങ്ങനത്തതൊക്കെ വരയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇത് കട്ട് ചെയ്യുക. എന്നിട്ട് സെലോ ടാപ്പ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ബട്ടർ പേപ്പറിൻ്റെ മേലെ ഇത് പ്ലേസ് ചെയ്യുക. അതിൻ്റെ മേലെ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക. ദെൻ ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുക. അടുത്തത് വേർഡ്സിൻ്റെ സ്റ്റിക്കേഴ്സാണ്. സോ ഞാൻ പിൻട്രസ്റ്റിൽ കുറച്ച് വേർഡ്സിൻ്റെ സ്റ്റിക്കേഴ്സ് നോക്കിയിട്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അല്ലെങ്കിൽ CD മാർക്കറോ സാധാ സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിൽ
കോഫി അപ്ലൈ ചെയ്തിട്ടുള്ള പേപ്പറിലാണ് ഇത് ചെയ്യുന്നത്. ദെൻ അത് കട്ട് ചെയ്യുക, എന്നിട്ട് നേരത്തെ അതേപോലെ ബട്ടർ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യുക. സെല്ലോ ടൈപ്പ് കവർ ചെയ്ത ബട്ടർ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് മേലെ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒരു പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യുക. ഈ പ്രൊസീജിയർ വേണമെങ്കിൽ ചെയ്താൽ മതി, ഒരു വാങ്ങി ലുക്ക് കിട്ടാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സാണ്. കുറച്ച് ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ കുറച്ച് കളർഫുൾ ഫ്ലവേഴ്സാണ്. ഒരു തുലിപ്പ്, സൺഫ്ലവർ, പിന്നെ ഈ ഫ്ലവറിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ വരച്ചതാണ്. എനിക്ക് വരയ്ക്കാൻ കഴിയുന്ന കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെ ചെയ്തതാണ്. പിന്നെ റോസ്, പിന്നെ ഒരു എന്താ ഫ്ലവറിൻ്റെ പേരൊന്നും അറിയില്ല, ഒരു ഫ്രൂട്ടാ തോന്നുന്നുണ്ട്, ഒരു ചെറി പോലെ ഇങ്ങനെ റെഡ് കളർ ഡോട്ടൊക്കെ വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവം. സോ അതൊക്കെ വരച്ചിട്ട് ഞാനിത് കോഫി അപ്ലൈ ചെയ്ത പേപ്പറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ കവേഴ്സ് ഒക്കെ ഉണ്ടാവില്ല ബ്രൗൺ കളർ, അതിൽ ചെയ്യാം. സോ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് കോഫി അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ടുള്ള പേപ്പറിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ ദെൻ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക. നേരത്തെ അതുപോലെ സ്റ്റിക്കേഴ്സ് ആക്കുക. ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് എന്നിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടായിനി. സോ അതിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തൊക്കെയാണ്. അടുത്തത് കുറച്ച് ജേർണലിൻ്റെ സ്റ്റാമ്പ്സ് ആണ്. ഞാൻ കോഫി അപ്ലൈ ചെയ്തിട്ടുള്ള പേപ്പർ എടുത്തിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്യും. എന്നിട്ട് 4 കോർണേഴ്സ് നമ്മൾ പഞ്ചിങ് മെഷീനില്ലേ, ആ ഹോൾസ് ഉണ്ടാക്കുന്ന, സോ അത് വെച്ചിട്ട് പഞ്ച് ചെയ്യുക. ആൻഡ് ദെൻ അത് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് എടുത്തിരുന്നു. സോ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ട് അത് ഇതിൽ വരയ്ക്കുക. സോ ജെൽപെൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ഒരു കോഫി തീമാണ്, ഫുൾ കോഫി, പിന്നെ കുക്കീസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ചെയ്തത്. സോ ഇതാണ് സ്റ്റാമ്പിൻ്റെ ഫൈനൽ ലുക്ക്. ആൻഡ് അടുത്തത് കുറച്ച് വാഷിംഗ് ടേപ്സ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇത് ഞാൻ A3 സൈസ് പേപ്പർ എടുത്തിട്ട് അതിൽ കോഫി അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാറ്റേൺസ് ചെയ്യുകയാണ്. ഒരു ആനിമൽ പ്രിൻറ്റ്, പിന്നെ കുറച്ച് ഹേർട്സ് വരച്ച്, ആൻഡ് കുറച്ച് റൈറ്റിങ്സ്, പിന്നെ ഒരു ചെക്ക്. സോ അങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രിൻറ്റ്സ് വരച്ചൊക്കെയാണ്. ആൻഡ് ദെൻ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൻ്റെ കവർ പേജ്, നോട്ട്ബുക്കിൻ്റെ തന്നെ ആവണമെന്നില്ല, കുറച്ച് കട്ടിയുള്ള ഒരു പേജ് എടുത്തിട്ട് അതിങ്ങനെ റോൾ ചെയ്യുക. ദെൻ പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ മേലെ ഈ വാഷിംഗ് ടേപ്സ് ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. സോ ബാക്കിയുള്ളതും സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അങ്ങനെ റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് അത് ചിലപ്പോൾ ശരിക്കും നിൽക്കില്ല, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ആൻഡ് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്, ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.